ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം, തന്മയിലേക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് മാറിടത്തിന്റെ ആരോഗ്യത്തെപ്പറ്റി കേൾക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യ അധ്യായമാണ് ഇന്ന്. വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, തന്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. ബ്രസ്റ്റ് ഹെൽത്ത്, അതായത് നമ്മുടെ മാറിട ആരോഗ്യത്തെ പറ്റിയാണ് ഇനി വരുന്ന കുറച്ച് എപ്പിസോഡ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ബ്രസ്റ്റ് അവയർനെസ് മന്ത് തന്നെയുണ്ട് ഒക്ടോബറിൽ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയും അത് പ്രിവെന്റ് ചെയ്യേണ്ട മാർഗങ്ങളെ പറ്റിയും അതിന്റെ കാരണങ്ങളെ പറ്റിയും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനെ പറ്റിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ ബ്രസ്റ്റ് ഹെൽത്തിനെ പറ്റിയും ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷനെ പറ്റിയും നമ്മുടെ ശരീര അവയവങ്ങളെ പറ്റി വെച്ച് പുലർത്തുന്ന വിശ്വാസങ്ങളുടെ ഒരു പ്രാധാന്യത്തെ പറ്റിയൊക്കെയാണ് ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗം ഞാൻ ഇതൊന്ന് ഒഴിവാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ബ്രസ്റ്റ്, മാറിടം, മുല, ഈ ഓരോ വേർഡുകളും പലതരത്തിലുള്ള ഇംപ്രഷനാണ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത്. പ്രസിദ്ധമായ ഒരു അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ജീൻ ഷിനോദ ബോൾ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരുടെ ഒരു പ്രസിദ്ധമായ ഒരുപാട് ബുക്കുകളുണ്ട്. ഒരു ഫെമിനൈൻ മിസ്റ്ററീസിനെ പറ്റി, അത് മെൻസസ് ആവാം, പ്രഗ്നൻസി ആവാം, മാതൃത്വം ആവാം, ഇതെല്ലാം ഫെമിനൈൻ മിസ്റ്ററീസ് തന്നെയാണ്. സ്ത്രീ പോലും അറിയാതെ സ്ത്രീകൾക്കുള്ളിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായും മനോഹരമായും പ്രതിപാദിച്ചിരിക്കുന്ന ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുള്ള ഒരു വണ്ടർഫുൾ ഡോക്ടർ തന്നെയാണ്. അവരുടെ 2 ബുക്കുകളാണ് ഗോഡസസ് ഇൻ എവരി വുമൺ, ക്രോസിംഗ് ടു അവലോൺ എന്ന അവരുടെ ആ ബുക്കില് പ്രധാനമായിട്ടും ബ്രസ്റ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു മനസ്സറിഞ്ഞ് സ്വാർത്ഥമായിട്ട് കൊടുക്കുമ്പം, സ്നേഹിക്കപ്പെടുമ്പം, സ്നേഹം ഏറ്റുവാങ്ങുമ്പം, മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ മാറ്റിവെക്കുമ്പം ഒക്കെ ഏറ്റവും സെൻസ് ചെയ്യപ്പെടുന്ന ഭാഗം അവരുടെ ചെസ്റ്റ് ഏരിയ, ബ്രസ്റ്റ് ടിഷ്യൂസ് ആണ് എന്നുള്ളത്. അപ്പൊ അത് നമുക്കൊരു കാവ്യഭാവനയിൽ അങ്ങനെ പറയാമെങ്കിലും അതിനകത്ത് ഒരുപാടൊരു സയന്റിഫിക് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. പലപ്പോഴും അമ്മമാര് പറയാറുണ്ട്, ഒരു കുഞ്ഞ് നിർത്താതെ കരയുന്ന കേൾക്കുമ്പോൾ, ഒരുപാട് നേരം നിർത്താതെ നിലവിളിക്കുന്ന കേൾക്കുമ്പോൾ ഒരു പാലിറങ്ങി വരുന്നത് പോലത്തെ ഒരു ഫീലിംഗ് പലപ്പോഴും അമ്മയാകാത്തവർക്ക് പോലും അത് ഫീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പലരും അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അതിനൊരു ലെറ്റ് ഡൗൺ റിഫ്ലക്സ് എന്ന് പറയും. ഇതുപോലെ പലതരം ഇമോഷൻസ് ഒരുപാട് ബാധിക്കപ്പെടുന്ന ടിഷ്യൂസ് ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രസ്റ്റ് ടിഷ്യൂസ് എന്ന് തന്നെ പറയാം. നമ്മുടെ മാറിടത്തെ, നമ്മുടെ ബ്രസ്റ്റിനെ നമ്മൾ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പലപ്പോഴും ഇന്ന് ഒപ്പിയിലിരിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, എല്ലാവർക്കും ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മാറിടത്തെ, നമ്മുടെ ബ്രസ്റ്റിനെ പേടിയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു തടിപ്പോ മുഴയോ ആയിട്ട് ക്യാൻസർ പൊട്ടി പുറപ്പെട്ടേക്കാവുന്ന ഒരു അവയവമായിട്ട് വളരെ സംശയത്തോടെ പേടിയോടെ നമ്മൾ നോക്കുന്ന ഒരു അവയവമായി മാറിയിരിക്കുന്നു ഇന്ന് നമ്മുടെ മാറിടം എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മുടെ മാറിടം എന്ന് പറഞ്ഞാൽ വാത്സല്യഭാവവും കാമഭാവവും ഒന്നിച്ചു വരുന്ന ഒരു അവയവമാണ്. അതായത് ഒരു നേച്ചറിങ് പവറും ഒരു സെക്ഷുവൽ പവറും അതിന് വ്യത്യസ്ത രൂപങ്ങളിൽ വളരെ ശക്തമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു അവയവമാണ് ബ്രസ്റ്റ്. നോർമൻ കസിൻ പറഞ്ഞ പോലെ ബിലീഫ് ബിക്കംസ് ബയോളജി എന്നാണ്. നമ്മൾ ഓരോ അവയവത്തെയും പറ്റിയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാണ്, ഓരോ അവയവത്തെയും പറ്റിയും എന്താണ് നാം വിശ്വസിക്കുന്നത്, എന്താണ് നാം അടിസ്ഥാനപരമായി ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ബയോളജി ആയിട്ട് മാറുക എന്നുള്ളതാണ്. മറച്ചു വെക്കേണ്ടതും ഒളിച്ചു വെക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള നാണക്കേട് സൃഷ്ടിക്കുന്ന ഒരു സംഭവമായിട്ട് ധരിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. എന്നാലും മാറുമറക്കൽ സമരത്തെ പറ്റിയൊക്കെ നാം കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് ഇറങ്ങിയ 19-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ സിനിമയെ പോലും അതിനെ വളരെ ഒരു ഹിസ്റ്റോറിക്കലായി വളരെ വികൃതമായിട്ട് വളച്ചൊടിച്ച രീതിയിൽ തന്നെയാണ് സിനിമയിലും പോലും അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് കാണുന്ന കുട്ടികളുടെ മനസ്സിലും അത്തരം ഒരു ഇംപ്രഷൻ തന്നെയാണ് സ്ത്രീകളുടെ ഒരു ഹിസ്റ്ററിയെ പറ്റി ഉണ്ടാവുക. പക്ഷെ വളരെ സത്യസന്ധമായി പരിശോധിച്ചാൽ ഈ ഹിസ്റ്ററിയിലെല്ലാം ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അത് നമുക്ക് ഏറെക്കുറെ വിശ്വസിച്ച് വായിക്കാവുന്ന ഒരു ബുക്കാണ് മനു എസ് പിള്ളയുടെ ഗണികയും ഗാന്ധിയും ഇറ്റാലിയൻ ബ്രാഹ്മണനും എന്ന ബുക്ക്. അത് വളരെ ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ട് എഴുതിയത് തന്നെയാണ്. അപ്പോൾ അതിന് മുലക്കരം, തലക്കരം എന്ന് പറയുന്നത് പോലെ, മുലക്കരം എന്ന് പറഞ്ഞാൽ മുലയുമായിട്ടോ അതിന്റെ പ്രദർശന സാധ്യതയായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു പദമാണ് ശരി. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ പറയുന്നത് പോലെ മുലകൾ നാണക്കേടിന്റെ ഒരു അടയാളമായിരുന്നില്ല നമ്മുടെ നാട്ടിൽ നിന്നാണ് അതിൽ വ്യക്തമായിട്ട് കാണാനാവുന്നത്. നമുക്കും ചിന്തിച്ചാൽ അറിയാം, മാറുമറയ്ക്കാതെ രാജ്യം ഭരിച്ച തിരുവിതാംകൂർ രാജ്ഞിമാരെ നമുക്കറിയാം, യുദ്ധം ചെയ്തിരുന്ന രാജ്ഞിമാരെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ നാട്ടില് സ്ത്രീയുടെ അഭിമാനത്തിന് അരയ്ക്ക് മുകളിലുള്ള ഒരു ഭാഗവുമായി അത്രയധികം ബന്ധമൊന്നും ഇല്ലായിരുന്നു എന്ന് നമുക്ക് സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും.
പിന്നീടാണ്, പ്രത്യേകിച്ച് ഒരു ഫോറിൻ ഇൻവേഷനൊക്കെ ശേഷമാണ് തീരെ മറച്ചു വെക്കേണ്ടതായിട്ടും നാണക്കേടായിട്ടും അത് മാറിയത്. നേരത്തെ നമ്മൾ പറഞ്ഞു മാതൃഭാവവും കാമഭാവവും ഒരുമിച്ച് വരുന്ന ഒരു അവയവമാണോ എന്നുള്ളത്. അപ്പൊ അതില് മാതൃഭാവം ഒരു നർച്ചറിങ് പവർ, ഒരു സ്ത്രീക്ക്, ഏത് ജീവിവർഗത്തിൽപ്പെട്ട സ്ത്രീക്കാണെങ്കിലും പ്രകൃതി കൊടുത്തിരിക്കുന്ന ഒരു പവറാണ് അത് മാതൃത്വം എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് വളരെയധികം പവർഫുൾ ആയ ഒരു ഇമോഷൻസ് ആണ് മാതൃത്വം എന്ന് പറഞ്ഞാൽ. അപ്പം അത് എത്രമാത്രം നമ്മൾ ഫീൽ ചെയ്യുന്നു, അത് എത്രമാത്രം ഉൾക്കൊള്ളുന്നു, എത്രമാത്രം അത് എൻജോയ് ചെയ്യുന്നു, എത്രമാത്രം ആ പവറിനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതെല്ലാം ബ്രസ്റ്റ് ടിഷ്യൂ ഹെൽത്തിനെ ശക്തമായിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ്. പലപ്പോഴും മാതൃത്വം ആസ്വദിക്കപ്പെടാറില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ജനറേഷനെ സംബന്ധിച്ച്. ഒരു 60% അമ്മമാരും ഒരു 2-3 മാസം പ്രസവത്തിൻ്റെതായ കാര്യങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ കഴിഞ്ഞ് ഒന്ന് സ്റ്റേബിൾ ആയി തുടങ്ങിയാൽ ഉടനെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് ജോലിയില്ലായ്മയെ കുറിച്ച്, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളെ കുറിച്ച്, കുടുംബത്തിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളെ പറ്റി. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള മാനസികാവസ്ഥയിൽ കടന്നു പോകുന്ന അമ്മമാര് കുറവാണ്. കാരണം നമ്മൾ പലപ്പോഴും പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, ആ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നതിനെയൊക്കെ ഒരു രണ്ടാം കിടയായിട്ട് കാണുന്നുണ്ട് നമ്മുടെ സമൂഹം ഒരു അടിസ്ഥാനപരമായി. അതിൽ ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജോലിക്കും നമ്മളുടെ വരുമാനത്തിനും നമ്മുടെ ശമ്പളത്തിനും ഒക്കെ താഴെയാണ് എപ്പോഴും ഒരു സ്ത്രീയുടെ ഒരു മാതൃത്വത്തിന് നമ്മൾ വിലയിടുന്നത് തന്നെയാണ്. അത് അടിസ്ഥാനപരമായി ശരിയല്ലെങ്കിലും അത് എവിടേക്കോ നമ്മുടെ സ്ത്രീകളെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു മാതൃത്വം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അത് വേറെ പല കാരണങ്ങൾ കൊണ്ടും ആകാം, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം, പാലിന്റെ കുറവ് കൊണ്ടാകാം, ഒരുപാട് വേറെ ഇമോഷണൽ പ്രോബ്ലം കൊണ്ടൊക്കെ ആകാം. എന്നാലും മാതൃത്വം ഒരു കുഞ്ഞിനുമായിട്ട് 1-2 വർഷം ആ ഒരു മാതൃത്വത്തിൻ്റെതായ ഫീലിൽ വളരെ തുറന്ന മനസ്സോടെ കടന്നു പോകാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതായത് കുഞ്ഞിന്റെ കൂടെ കളിക്കാനും കുഞ്ഞിനെ പരമാവധി കെയർ ചെയ്യാനും കുഞ്ഞിനെ പാലൂട്ടാനും മദറിന്റെ ആ ഒരു കഴിവ് പൂർണ്ണമായിട്ട് പുറത്തെടുത്ത് തന്നെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അതുപോലെ തന്നെയാണ് സെക്സിലും ഒരു സെക്ഷൽ പവറും ഈ ബ്രസ്റ്റ് ഹെൽത്ത് മെയിൻ്റനൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് സെക്സും സ്നേഹവും ഒന്നും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു സ്നേഹം കൊടുക്കുന്നത്, വാങ്ങുന്നത് ഒക്കെ ഒരു ചെസ്റ്റ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇമോഷനാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ കോംപ്രമൈസ് സെക്ഷുവാലിറ്റിയിലൂടെ കടന്നു പോകുന്നവർക്കും സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്തവർക്കും അതിനെപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സെക്ഷൽ ലൈഫിൽ ഉള്ളവർക്കും ഒക്കെ ഒരു ബ്രസ്റ്റ് ടിഷ്യൂ ഹെൽത്തിനെ അത് ബാധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ 2 കാര്യങ്ങളും ബാലൻസ് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ഒരു ബ്രസ്റ്റ് ഹെൽത്ത് മെയിൻ്റനൻസ് നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. പക്ഷെ അത് ഈസി അല്ല. ഒരു സ്ത്രീയുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ഇമോഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് മാറിടത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തന്മയുടെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.